എല്ലാവർക്കും തരംഗം റിയാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ആസിഫ് അലി. ഒരുപാട് നാളുകൊണ്ട് ഇൻഡസ്ട്രിയിലുണ്ട്. ഇപ്പോഴാണ് ആസിഫ് അലിക്ക് നല്ല നല്ല ഒരുപാട് സിനിമകൾ ബാക്ക് ടു ബാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ആസിഫ് അലിയുടെ പുതിയൊരു ചിത്രം വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ടൈമിലൊക്കെ ആസിഫ് അലിയുടെ പുതിയ സിനിമ വരുമ്പോൾ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന എല്ലാ ആസിഫ് അലി ചിത്രത്തിനും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാര്യം ഒരുപാട് സിനിമകൾ ഈ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഈ ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ വളരെയധികം ഹിറ്റുകളുമായിരുന്നു. കിഷ്കിന്ദ കണ്ടം, അതിന് ശേഷം ഇറങ്ങിയ ചിത്രം രേഖാചിത്രം എന്ന സിനിമ, അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നു. അതൊക്കെ വളരെയധികം ഹിറ്റാവുകയും ഒരു എന്താ പറയുക, നമുക്കൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പോകുന്ന ഒരു ആക്ടറാണെന്നുള്ളൊരു വിശ്വാസം എല്ലാവരിലും ഇപ്പോൾ എന്തെങ്കിലും ആസിഫ് അലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലും അത് തെറ്റിക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും നമുക്ക് അതിൻ്റെ ട്രെയിലർ, അതായത് ആഭ്യന്തര കുറ്റവാളി എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ട്രെയിലറാണ്, അതിൻ്റെ ഒരു റിയാക്ഷൻ ചെയ്യാം. സെക്ഷൻ 498 ഗാർഹിക പീഡനം സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാറിയോ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് പറഞ്ഞു പോകുന്നത്. ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ പിരിഞ്ഞു പൊയ്ക്കോണം. ശരിയായിട്ടുള്ള കാര്യം. ഒരു രീതിയിൽ ഒരുമിക്കാൻ പറ്റില്ലെങ്കിൽ അതിന് മുമ്പേ അങ്ങ് ഡിവോഴ്സ് ആവുന്നതാണ് നല്ല കാര്യം. കുട്ടികളെ കൊണ്ടായി കഴിഞ്ഞാൽ പിന്നെ അറിയാം, കുട്ടിയും കൂടെ അത് ബാധിക്കും. അതായത് വേറൊരു മനുഷ്യനും കൂടാണ് അത് ബാധിക്കാൻ പോകുന്നത്. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പ്രതികരിക്കരുത്, കാരണം മരിച്ചതൊരു പുരുഷനാണ്. അടുത്തത് നമുക്ക് ഈശ്വര പ്രാർത്ഥനയാണ്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഒരു മാസം. ഒന്ന് പോയി ചോദിക്കുന്ന മനുഷ്യൻ എന്ത് കൂത്താണ്? അതിനെന്താ എന്നോട് ചോദിക്കുന്നു? രണ്ട് പെണ്ണിനെ കിട്ടും, അങ്ങനെയുള്ളവനെ പെഴാന്നല്ലാണ്ട് പിന്നെന്താ വിളിക്കട്ടെ? ഇതായിക്കോട്ടെ, പക്ഷേ രണ്ടാം കിട്ടാർക്ക് 25% ഡിസ്കൗണ്ട് രണ്ട് പെണ്ണുകളെ കിട്ടുന്നു. ഇവിടെ ആൾക്കാർക്ക് ഒരു പെണ്ണിനെ പോലും കിട്ടുന്നില്ല. നമുക്ക് അന്താക്ഷരി കളിച്ചാലോ? ആ പാട്ട് കേട്ടിട്ടുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം. സ്ത്രീധനമെല്ലാം കൂടുതൽ ആവശ്യപ്പെടുന്നു. പതിവ്രതയാം ഭാര്യയെ പട്ടിണിക്കിടുന്ന നരൻ പരമഭക്തനായാലും ഗതിയുണ്ടാകും. അടിക്കട്ടെ, അടുത്ത പണിയാണ്. അങ്ങനെ നിന്റെ ജീവിതം നഷ്ടപ്പെട്ടിട്ട് വൃത്തി ഉണ്ടാക്കും. അവന്മാർക്കുള്ള പണിയുടെ ജീവിതത്തിൽ പുരാണത്തിൽ സീതാദേവിയുടെ മഹത്വം പറയുമ്പോൾ കഥയിൽ ശൂർപ്പണകമാരുമുണ്ട്. ശത്രുസംഹാരം സഹദേവനത്തം, ഭാഗ്യസൂക്തം സഹദേവനത്തം, അഘോരമന്ത്രം സഹദേവനത്തം. സംഭവം ഒരു കോമഡി, സറ്റീറിക്കൽ, സോഷ്യൽ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തൊരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് തോന്നുന്നത്. ഒരു കോർട്ട് റൂം ഡ്രാമയും പിന്നെ ഒരു റിലേഷൻഷിപ്സിലുണ്ടാകുന്ന ഒരു ഇഷ്യൂവും ഡിവോഴ്സിനെ പറ്റിയിട്ടും ഇപ്പം നമുക്കറിയാം ഒരുപാട് ഇങ്ങനെ കേസ് ഉണ്ടാകാറുണ്ട്, അലിമോണി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ചിത്രമായിരിക്കാം. ട്രെയിലർ തന്നെ അത്രയധികം ഇമ്പ്രസ്സും ചെയ്യിപ്പിച്ചിട്ടില്ല. ഇടയ്ക്കത്തെ ചില ഷോട്ടൊക്കെ കണ്ടപ്പോൾ പഴയകാല സിനിമകൾ പോലൊക്കെ തോന്നി. ചെറിയ മീൻസ് ഒരു എഡിറ്റിംഗ് ഒക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. മോതിരം ഇടുമ്പോൾ ഇങ്ങനെ വരുന്നൊരു സംഭവമൊക്കെ അതെന്തോ എത്ര വർക്കായില്ല. നല്ലൊരു സിനിമയാകും എന്നാണ് ഒരു പ്രതീക്ഷ. നല്ല സിനിമയായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും വേറെ റിയാക്ഷൻ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അപ്പോഴത്തെ എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം. പ്ലീസ് സബ്സ്ക്രൈബ്.